ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഒറ്റ ദിവസം കൊണ്ട് അല്ലു അർജുൻ തീർത്തിരിക്കുന്നത് സർവ്വകാല റെക്കോർഡുകളാണ്. ഒരുപാട് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ആദ്യ ദിനത്തെ പ്രദർശനം കഴിയുമ്പോൾ പുഷ്പ 2 തരംഗമാവുകയാണ്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അല്ലു അർജുൻ ഫാൻസ് ഇടിച്ച് കയറി വാ. എന്തായാലും ഹിന്ദി ബെൽറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിരിക്കുന്നത് ജവാൻ എന്ന സിനിമയാണ്. അത് കഴിഞ്ഞാൽ പത്താൻ എന്ന സിനിമയാണ്. ഈ രണ്ട് സിനിമയ്ക്കും മുകളിലായിരിക്കും ഈ ഒരു സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ്. അതായത് എക്സ്പെക്റ്റഡ് ആയിട്ട് പറയുന്നത് 70 തൊട്ട് 80 കോടിക്ക് മുകളിലായിരിക്കും ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രമായിട്ടുള്ളത്. അതേപോലെ ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് 120 130 കോടിയായിരിക്കുമെന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 10-12 കോടി എന്ന് പറയുമ്പോൾ കേരളത്തിൽ 6 തൊട്ട് 8 കോടി വരെയാണ് പ്രഡിക്റ്റഡ് ആയിട്ടുള്ളത്. കർണാടകയിൽ 18-20 കോടിയും ഓവർസീസിൽ നിന്ന് 90-100 കോടിയും. അതായത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് 320-നും 350-നും ഇടയിലുള്ള കളക്ഷനാണ് ആദ്യ ദിനത്തിൽ നിന്ന് വരുന്നത്. അതൊരു സർവ്വകാല റെക്കോർഡായിരിക്കും ഒരു ഇന്ത്യൻ സിനിമയുടേത് തന്നെ എന്ന് പറയാം. എന്താണെങ്കിലും നമുക്ക് ഒരു കാര്യം ഇവിടെ പറയാം. ഇപ്പോൾ വന്നിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ ഇത് എക്സ്പെക്റ്റേഷൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് തെലുങ്കിൽ നിന്ന് സിനിമ നേടിയത് 95 കോടിയാണ് എന്നുള്ളതാണ്. ഇന്ത്യ കളക്ഷനാണ് നമ്മളിവിടെ പറയുന്നത്. ഹിന്ദിയിൽ നിന്ന് 65 കോടി കഴിഞ്ഞു എന്നുള്ള. അപ്പോഴും നമുക്ക് അവിടുത്തെ സർവ്വകാല റെക്കോർഡുകൾ ഹിന്ദി സിനിമകളുടെ പോലും റെക്കോർഡ് കവർ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. തമിഴ്നാട്ടിൽ നിന്ന് 7 കോടിയും കർണാടകത്തിൽ നിന്ന് 1 കോടിയുമാണ് ലഭ്യമായതായിട്ട് പറയുന്നത്. കേരളത്തിൽ നിന്ന് ഇതിനോടകം തന്നെ നമുക്ക് ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായിട്ട് 5 കോടി 5.5 കോടിക്കടുത്താണ് ലഭിച്ചിരിക്കുന്നത്. അതായത് തീർത്തും 7 കോടിയാണ് ഇന്ന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത്. ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടില്ല. ആകെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അടുത്ത് എന്നുള്ള വിശ്വസിക്കാവുന്ന റിപ്പോർട്ടുകൾ ഇത്രയുമാണ് വന്നിരിക്കുന്നത്. അതായത് ആ റേഞ്ചിലാണ് സംഭവം നിന്നിരിക്കുന്നത്. കേരളത്തിൽ വലിയ തരംഗമായി മാറുകയായിരുന്നു സിനിമ. കേരളം മാത്രമല്ല, കേരളം ഹൈലൈറ്റ് ചെയ്യാനുള്ള കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ നെഗറ്റീവായിരുന്നു സിനിമയ്ക്കുള്ള റിവ്യൂ എങ്കിൽ സിനിമയുടെ കളക്ഷൻ വരുമ്പോൾ 5 കോടി 34 ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്ത് വന്നിരിക്കുന്ന കളക്ഷൻ. അതായത് 6.5 തൊട്ട് 8 കോടിക്കുള്ളിലായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും പുഷ്പ 2 ഇവിടെ തരംഗമാകുമ്പോൾ ആദ്യ ദിനം പറയപ്പെടുന്ന കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 173 കോടിയോളമാണ് എന്നാണ്. വേൾഡ് വൈഡായിട്ട് തീർച്ചയായിട്ടും സിനിമ 260 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഒരു ഒഫീഷ്യൽ പോസ്റ്ററിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഏതൊക്കെ ദേശങ്ങളുണ്ടോ അവിടെയൊക്കെ അവരവരുടെ നാട്ടിലെ സിനിമകളുടെ ഏറ്റവും വലിയ കളക്ഷൻ പൊളിച്ചെഴുതിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സിനിമ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സിന് കൂടെ ഉണ്ടാവണം ഗ്രേറ്റ് മീഡിയാസ്.